അസ്സലാമു അലൈക്കും. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഡിസേർട്ടാണ്. മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന ടൈമല്ലേ, അപ്പം ബേക്ക് ചെയ്യാതെ ബീറ്ററൊന്നും ആവശ്യമില്ലാണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാരില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നന്നാവുക. അപ്പോൾ അതിങ്ങനെ തോലൊക്കെ പോക്കി നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതാ വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒഴിക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പഞ്ചസാരയും 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും, ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് നല്ലോണം കുക്കാക്കി എടുക്കുക. നമ്മൾ ഷുഗർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. പിന്നെ മധുരത്തിൻ്റെ അളവ് മാങ്ങൻ്റെ മധുരം നോക്കിയിട്ട് കൂട്ടി കുറച്ചൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇങ്ങനെ വേവിക്കാണ്ട് അരച്ച് ഡയറക്റ്റ് ക്രീമിലോട്ട് ചേർക്കുക. അതിനും കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് ഇതായിരിക്കും ബെറ്റർ ആവുക. കൂടുതൽ ദിവസം കേടാവാതെ നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇതിപ്പം വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു 1/4 കപ്പോളം ഈ പാനിൽ തന്നെ വെക്കട്ടോ, അത് നമുക്ക് വലിയ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ എടുത്തത് ഗുഡ് ഡേയുടെ 3 ബിസ്ക്കറ്റാണ് കേട്ടോ. 3 ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 20-25 ബിസ്ക്കറ്റോളം. പിന്നെ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് തന്നെ എടുക്കാൻ നോക്കുക. ഗുഡ് ഡേ അല്ലെങ്കിൽ മോംസ് അങ്ങനെ ഏതൊക്കെയോ അല്ലേ മധുരമുള്ള. അതിനിപ്പം മേരി ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, ഇതിന് ഓൾറെഡി മധുരം ഉണ്ടല്ലോ. പിന്നെ ടെക്സ്ചർ വൈസും ഇതായിരിക്കും കേട്ടോ നന്നാവുക, മറ്റേത് നല്ലോണം പൊടിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതാ ഒരു 3-4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഈ പുട്ടിനൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടുമ്പോൾ ഉരുണ്ട് കിട്ടണം. ആ ഒരു ടെക്സ്ചർ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ 2 ബോക്സ് ആട്ടോ ഞാൻ എടുത്തത്. നമ്മൾ തേങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടൂലേ, അതാണ്. അതൊന്ന് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തതാണ്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന്. അപ്പോൾ അതിലോട്ട് നമ്മളെ ബേസ് ലെയറായ ഈ ബിസ്ക്കറ്റിൻ്റെ മിക്സില്ലേ, അതൊന്ന് നല്ലോണം ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുക. നല്ലോണം തന്നെ വെക്കുക. ഈ ലെയർ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കേക്കിൻ്റെ മോൾഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചീസ് കേക്ക് ഉണ്ടാക്കാൻ മടിക്കേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എടുത്തിട്ട് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതിയാവും. ഇത് നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും അടി പരന്നിട്ടുള്ള പാത്രം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ എടുത്തത് മറ്റേ ഇഞ്ചിക്കുത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് നല്ലോണം പ്രസ്സാക്കി ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ജലാറ്റിനൊന്ന് മെൽട്ടാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതാ 2.5 ടീസ്പൂൺ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് എടുക്കുക, പക്ഷേ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിലായി കിട്ടും കേട്ടോ. ഇതാ 2.5 ടീസ്പൂൺ ജലാറ്റിനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണില്ലേ നല്ല തിളച്ച വെള്ളം ആ ചൂടോടെ തന്നെ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കുക. നമ്മൾ ജലാറ്റിൻ നല്ലോണം അലിഞ്ഞ് വരണം കേട്ടോ, അല്ലാണ്ട് നമ്മൾ ക്രീമിലോട്ട് ഒഴിച്ചാൽ പിന്നെ നമുക്കിത് സെറ്റായി കിട്ടില്ല. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നല്ലോണം തന്നെ അലിയിച്ചെടുക്കുക കേട്ടോ. ഈ ജലാറ്റിൻ്റെ സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3-4 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അതാ ഇപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴേക്ക് തന്നെ ജലാറ്റിൻ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മെയിൻ ഐറ്റം ക്രീം ചീസ്, അതൊരു 200 ഗ്രാമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാംഗോയുടെ പ്യൂരി അല്ലേ, അത് ഒഴിച്ചിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം മണിയില്ലേ അതിൻ്റെ തൊലി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. അതിൻ്റെ വൈറ്റ് പോർഷൻ കൂടാണ്ട് നോക്കണം കേട്ടോ. ഇനി നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ജലാറ്റിൻ അതും കൂടെ ഇതിലോട്ട് നല്ലോണം വടിച്ചിട്ട് കൊടുക്കുക.
എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ആക്കുക. ബീറ്റർ വേണ്ട, കൈ കൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടി വെച്ച ബിസ്ക്കറ്റിൻ്റെ അതില്ലേ ബേസ് ലെയർ, അതെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ക്രീമിൻ്റെ മിക്സ്ചർ നല്ല തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളില്ലേ ക്രീം ചീസ് ഇനി വാങ്ങിക്കാൻ കഴിയുന്നില്ല ആണെങ്കിൽ പാൽ വെച്ചിട്ട് ക്രീം ചീസ് ആക്കി എടുക്കുക കേട്ടോ. 2 പാക്കറ്റ് പാലിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാൽ പിരിഞ്ഞ് വന്നിട്ട് അത് അരിച്ചെടുത്ത് അതിലോട്ട് വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയും. ഇതാ ക്രീമൊക്കെ നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ടോപ്പ് ലെയറിലേക്ക് വേണ്ടിയിട്ടുള്ള മാംഗോയുടെ ജെല്ലി പാർട്ടില്ലേ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് നേരത്തെ നമ്മൾ മാറ്റി വെച്ച മാംഗോ ഇല്ലേ അതിലോട്ട് 1 കപ്പ് വെള്ളം, 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിഞ്ചുപ്പും ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. നല്ല തിക്കാക്കി എടുക്കണ്ട, കുറേ ടൈം ഇട്ട് വേവിക്കാൻ വേണ്ട, ഒന്ന് ചൂടായി തിളച്ച് വന്നാൽ മതി കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ജലാറ്റിനൊന്ന് മെൽറ്റാക്കി എടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ. 2 ടീസ്പൂൺ ജലാറ്റിനാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് തിളച്ച വെള്ളം ഒരു 3-4 ടേബിൾ സ്പൂണോളം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മാതിരി തന്നെ ഇത് മെൽട്ടാക്കി എടുക്കുക. അതിലോട്ട് വാനില എസൻസും 3-4 ഡ്രോപ്സ് വാനില എസൻസും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിനി നമ്മളിപ്പോൾ കുക്കാക്കി വെച്ച മാംഗോൻ്റെ മിക്സ് ഇല്ലേ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ ചൂടിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണയാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മളെ ക്രീമില്ലേ അതും ഫ്രീസറിൽ കിടന്ന് സെറ്റായിക്കോളും. നമ്മളെ ക്രീം ഇതാ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ടൈം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഫ്രീസറിൽ വെച്ചത്. അതുപോലെ തന്നെ നമ്മളെ ഇതില്ലേ ജെല്ലി അത് നല്ല റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ഇതിനി മെല്ലെ പതുക്കെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല തിക്കിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം സെറ്റാവാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെക്കരുത്, ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് എടുക്കുകയാണെങ്കിലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ ഇറങ്ങി വരിക. ഞാനിപ്പോൾ ഇതാ പിറ്റേന്നായപ്പോഴാണ് ഇത് എടുക്കുന്നത്. നമ്മൾ കേക്ക് ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇതാ ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. മോൾഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാണ്ട് നിൽക്കുക വേണ്ട കേട്ടോ, കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിത് പുഡിങ് പോലെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിതാ ഇവിടെ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണം ഒരൊറ്റ ചെറിയൊരു പീസിന് വേണ്ടിയിട്ട് പോലും. നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.